ഒരു ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് സാധാരണഗതിയിൽ എല്ലാ ബിസിനസ്സുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യുന്നത്? എന്ത് പറഞ്ഞാണ് ഞാൻ ഇംപ്രസ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ബിസിനസ് പ്ലാനിൻ്റെ അകത്ത് വരേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ്റെ അകത്ത് വരേണ്ടത്? ഞാനൊരു അല്പം കൂടെ മോടി കൂട്ടി കാണിക്കട്ടെ, എൻ്റെ ബിസിനസ്സിനെ ഞാനൊരു അല്പം കൂടെ മോടി കൂട്ടി കാണിക്കട്ടെ, അതല്ലെങ്കിൽ എൻ്റെ പ്രോഫിറ്റബിലിറ്റി ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കാണിച്ചാലോ? അപ്പോൾ ഇത്തരത്തിലുള്ള പല സംശയവും സാധാരണഗതിയിൽ എല്ലാ ബിസിനസ്സുകാർക്കും വരാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാന റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ദ ബിസിനസ് മാൻ വാണ്ട്സ് ടു ഇംപ്രസ് ദി പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റർ. ഈ ഒരു ചിന്ത അയാളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഹി ഈസ് ഓൾവേസ് ട്രൈങ് ടു ഡു എ ലോട്ട് ഓഫ് സ്റ്റഫ്. പക്ഷേ നമ്മുടെ ചോദ്യം ഇതാണ്, ശരിക്കും ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യുകയാണോ, അതോ ഒരു ബിസിനസ്സിൻ്റെ ജെനുവിനിറ്റിയും നിജസ്ഥിതിയും കണ്ടിട്ട് ഒരു ഇൻവെസ്റ്റർ അയാളിൽ ഇംപ്രസ് ആവുകയാണോ വേണ്ടത്? ഒരു ക്ലാരിറ്റിയുള്ള ബിസിനസ് പ്ലാനും ഒരു വളരെ വ്യക്തമായ ബിസിനസ്സുമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ നിങ്ങളുടെ സത്യാവസ്ഥയിൽ തന്നെ ഒരു ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആവും. സോ while doing any investor presentation, be very clear on the actual fact. Be transparent on your business. Be transparent on what you genuine are. നമ്മളുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും ഒക്കെ എന്താണെന്നുള്ളത് ഒരു ഇൻവെസ്റ്റർ കാണട്ടെ. So that he will evaluate properly whether to invest on you, whether to invest on your business.